നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. തൃശൂർ പൂവത്തൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ പൂവത്തൂർ കാട്ടേരി വെട്ടിയാറ മധു അഭിമന്യുവിന്റെ മകൾ ദേവപ്രിയയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർ പ്രകടനം നടത്തി. UDF അനുകൂല സർവീസ് സംഘടനകളും BJP അനുകൂല സംഘടന ഫെറ്റോയും ഉൾപ്പെടെയുള്ളവരാണ് പണിമുടക്കുന്നത്. അടിയന്തര സാഹചര്യത്തിലല്ലാത്ത അവധികൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ സമരം നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾക്ക് ആരും എതിരില്ലെന്നും പ്രതിപക്ഷം പിന്തുണ നൽകുന്നത് അനാവശ്യ സമരത്തിനാണെന്നുമാണ് സർക്കാർ നിലപാട്. കൊടുങ്ങല്ലൂരിൽ ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം KGOU സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി സ്ഥാപകനും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലിം നദ്വി, മഹല്ല് സെക്രട്ടറി അബ്ദുൽ ഖയ്യൂം, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റഷീദ്, അബ്ദുൽ കരീം, കമ്മിറ്റി അംഗങ്ങളായ ഹൈദ്രോസ്, സിദ്ദീഖ്, ഹുസൈൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് എന്നിവർ ഗുലാം നബി ആസാദിനെ സ്വീകരിച്ചു. തൃശൂർ പൂവത്തൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ പൂവത്തൂർ കാട്ടേരി വെട്ടിയാറ മധു അഭിമന്യുവിന്റെ മകൾ ദേവപ്രിയയാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. പൂവത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഗുരുവായൂർ LF കോളേജിലെ 1ാം വർഷ BCA വിദ്യാർത്ഥിയായ ദേവപ്രിയ സ്കൂട്ടറിൽ കോളേജിൽ നിന്ന് NCC പരേഡ് കഴിഞ്ഞ് സ്കൂട്ടറിൽ വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ ദേവപ്രിയ പിന്നിൽ വന്ന ടോറസിനടിയിൽ പെടുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കരി നിയമമായ ഹിറ്റ് ആൻഡ് റൺ എന്ന പുതിയ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് യൂണിയൻ CITO മാള ഏരിയ കമ്മിറ്റി മാള പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബഷീർ തെക്കത്ത് അധ്യക്ഷനായി. മാള ഏരിയ സെക്രട്ടറി ഷാജി ആറ്റാശ്ശേരി, സംസ്ഥാന കമ്മിറ്റി അംഗം AM ജനാർദ്ദനൻ, PV ഷിഖിൽ എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം തെക്കൻ താണിശ്ശേരി ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അമ്പ് ഗ്രാമം സമാപിച്ചു. സമാപന സമ്മേളനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നടക്കുന്ന വലിയ ഒരു ആഘോഷം, വലിയ ഒരു കാർണിവൽ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം എല്ലാവരും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പുതിയ തലമുറ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും കമ്പ്യൂട്ടർ ഗെയിമിലും ഒക്കെ അവരുടെ ജീവിതം തളച്ചിടുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാത്തിനും തിരക്കാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു നാടിൻ്റെ വലിയ സാംസ്കാരിക കൂട്ടായ്മ, മഹത്തായ ഒരു പൈതൃകം ഉള്ള ഒരു ഗ്രാമമാണ് കുഴൂര്. ഒരുപാട് കലാകാരന്മാരുടെ നാടാണ്. വിൽസം കണ്ടകുളത്തി അധ്യക്ഷനായി. മുൻ MLA തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ PK ബിജു, ഫെബിൻ തെറ്റയിൽ എന്നിവർ സംസാരിച്ചു. മാളയിൽ MTEL മൊബൈൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു.
കയ്പമംഗലം MLA E.T. ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മാള ബ്ലോക്ക് മെമ്പർ AA അഷ്റഫ്, മാനേജ്മെന്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ നൽകി. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും പലിശരഹിത ലോൺ മേള, കൂടാതെ എല്ലാ മൊബൈൽ ആക്സസറീസുകൾക്കും 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. പഴയതോ പ്രവർത്തനരഹിതമോ ആയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. എല്ലാ കമ്പനികളുടെയും മാളയിലെ അംഗീകൃത മൾട്ടി ബ്രാൻഡ് ഷോറൂം. ബ്രാഞ്ചുകൾ കൊടുങ്ങല്ലൂർ, 3 പീടിക, തൃശൂർ. മാള നെയ്തക്കുടി ശ്രീ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും അനന്തപൂജാ മഹോത്സവവും ആഘോഷിച്ചു. വൈകിട്ട് കുന്നത്തുകാട് ചുങ്കം പ്രദേശങ്ങളിൽ നിന്നും താലം എഴുന്നള്ളിപ്പ്, ദീപാരാധന, വാദ്യമേളങ്ങളോടെ തെക്കേ ആലുങ്ങലിലേക്ക് ദേവി എഴുന്നള്ളിക്കൽ ചടങ്ങുകൾ നടന്നു. മേത്തല കണ്ടംകുളം വളർക്കൊടി ശ്രീ ഭുവനേശ്വരി കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി പാണ്ഡികശാലിക്കൽ സുമേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ആചാര്യവരണം, താലം വരവ്, പൂമൂടൽ, മഹാ അന്നദാനം, ദീപാരാധന എന്നിവ നടന്നു. പ്രസിഡന്റ് മധു വളർക്കൊടി, സെക്രട്ടറി ശരത് വളർക്കൊടി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. തൃശൂർ പൂവത്തൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ പൂവത്തൂർ കാട്ടേരി വെട്ടിയാറ മധു അഭിമന്യുവിന്റെ മകൾ ദേവപ്രിയയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.